ശതവാർഷികം സംഘാടക സമിതി രൂപീകരിച്ചു. നിങ്ങൾ കഴിക്കണം. ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ. വിജ്ഞാനദായിനി വായനശാല ശതവാർഷികാഘോഷം നടത്തുന്നതിനുള്ള വിപുലമായ സംഘാടക സമിതി രൂപീകരണ യോഗം മുൻ MLA M രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. ദുർബലപ്പെടുത്താനും അതിനെ പ്രതിരോധിക്കാനും വലതുപക്ഷ വായനയും വലതുപക്ഷ മാധ്യമങ്ങളും വലതുപക്ഷ പ്രസിദ്ധീകരണങ്ങളുമെല്ലാം തന്നെ സജീവമാണ്. പ്രത്യേകിച്ച് പുതിയ കാലത്ത് വർഗീയ ശക്തികളുടെ കടന്നുകയറ്റം കൂടി ശാക്തീകരിക്കപ്പെടുന്ന വർത്തമാനകാലത്ത് അവരുടെ പ്രത്യയശാസ്ത്രവും അവരുടെ നിലപാടുകളും വീക്ഷണങ്ങളും എല്ലാം ജനങ്ങളിൽ പ്രചരിപ്പിക്കുന്നതിന് ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി ചെറുതും വലുതുമായ ഒട്ടേറെ ഇടപെടലുകൾ വിവിധ തലങ്ങളിലായി നടത്തിക്കൊണ്ടിരിക്കുന്നു. കെ സുരേഷ് അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CM മീനാകുമാരി, PVK പനയാൽ, ഡോക്ടർ VPP മുസ്തഫ, EP രാജഗോപാലൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CV ചന്ദ്രമതി, CM വിനയചന്ദ്രൻ, ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി P പ്രഭാകരൻ, PP സുകുമാരൻ, P സനൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ CH സന്തോഷ്, T ലിജിന, MV കോമൻ നമ്പ്യാർ, P വേണുഗോപാലൻ, AM മേരി, KV ബാബു എന്നിവർ സംസാരിച്ചു. C സുരേഷൻ സ്വാഗതവും ഷീജ ഹരി നന്ദിയും പറഞ്ഞു. ഭാരവാഹികളായി ഡോക്ടർ VPP മുസ്തഫ ചെയർമാനായും K മോഹനൻ വർക്കിംഗ് ചെയർമാനായും C സുരേഷൻ ജനറൽ കൺവീനറായും ചുമതലയേറ്റു. ശ്വാസം വലിച്ചുവിട്ടെ. എത്ര വയസ്സ് വരെ പാൽ കൊടുത്തു? 1 വയസ്സ് വരെ. കണ്ടില്ലേ, ഇപ്പോഴത്തെ കുട്ടികളുടെ IQ ലെവൽ വളരെ ഹൈ ആണ്. അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും. ഇപ്പൊ ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ. നിങ്ങൾ കഴിക്കണം. ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ.